ദൈവത്തിന്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തോളം നമ്മെ വഴി നടത്തിയ വൻ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്തനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിന് ഏറ്റവും നന്ദിയുള്ള ഹൃദയത്തോടെ സ്നേഹത്തോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അഭ്യസനത്തിന്റെയും സന്തുഷ്ടിയുടെയും വറ്റാത്ത ഉറവ എന്നതാണ്. ഇതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 4-5. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിന്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവൻ ആർ? ഇന്നത്തെ ഈ ചിന്താവിഷയം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ആദിമ മാതാപിതാക്കൾ താമസിച്ചിരുന്നതായ ആ ഏദൻ തോട്ടത്തെ കുറിച്ച് ഒരല്പം ഒന്ന് ചിന്തിക്കാം. അവിടെ ദൈവം ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ച് ആദാമിനെയും ഹവ്വയെയും അവിടെ ചുമതല ഏൽപ്പിച്ചു. ആ ഏദൻ തോട്ടത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ വേല ചെയ്യുകയും ചെയ്യണം, അതിനെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് വേല ചെയ്യണമെന്ന് പറഞ്ഞത്? പിതാവായ ദൈവത്തിന് ഇവർക്ക് വേണ്ടുന്നതെല്ലാം ഭക്ഷണവും അവർക്ക് അവരുടെ ആവശ്യങ്ങളെ എല്ലാം സാധിച്ചു കൊടുക്കുവാൻ പറ്റുമായിരുന്നു. അത്രമേൽ സമ്പന്നനാണ് പിതാവ് ഇന്നും. പക്ഷേ ദൈവം അവരോട് കൽപ്പിച്ചത്, നീ അവിടെ വേല ചെയ്യണം, എന്നിട്ടതിനെ കാക്കണം എന്നാ പറഞ്ഞത്. അവിടെ ഉടമസ്ഥന്, അതായത് ഈ പിതാവായ ദൈവം ഇവർക്ക് എല്ലാം നൽകുവാൻ തക്കവണ്ണം സമ്പന്നനും ധനികനുമായിരുന്നപ്പോഴും ദൈവം അവരോട് പറഞ്ഞു, നീ അവിടെ വേല ചെയ്യുക എന്ന്. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അപ്രകാരം അവരോട് വേല ചെയ്യുവാനായിട്ട് കൽപ്പിച്ചത്? അവർ നിഷ്ക്രിയർ ആയിരിക്കുവാൻ പാടില്ലായിരുന്നു. അവരെപ്പോഴും പ്രവർത്തിക്കുന്നവരായിരിക്കണമായിരുന്നു. പ്രയോജനകരമായ ഒരു പ്രവൃത്തി അവർക്ക് അവിടെ ചെയ്യണമായിരുന്നു. അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ മനസ്സിന്റെ വികാസത്തിനും അവരുടെ സ്വഭാവത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടായിരുന്നു അവരോട് അവിടെ ജോലി ചെയ്യണം, അവിടെ വേല ചെയ്യണമെന്ന് പിതാവായ ദൈവം അവരോട് കൽപ്പിച്ചത്. അതായത് ഈ ആദമും ഹവ്വയും പഠിച്ചത് പ്രകൃതിയുടെ പാഠപുസ്തകമായിരുന്നു. അതൊരിക്കലും തീർന്നു പോകാത്ത അഭ്യസനത്തിന്റെയും ആനന്ദത്തിന്റെയും പാഠങ്ങളായിരുന്നു അവരവിടെ നിന്നും പഠിച്ചത്. അവർ ഓരോ ഇലയിലും പർവ്വതത്തിന്റെ ഓരോ പാറയിലും മിന്നുന്ന ഓരോ നക്ഷത്രത്തിലും ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ഒക്കെ അവര് പഠിച്ചു. അവിടെ നിന്നെല്ലാം പഠിച്ചത് എന്തായിരുന്നു? ദൈവത്തിന്റെ നാമമായിരുന്നു അവർ പഠിച്ചത്. സൃഷ്ടിപ്പിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പൂക്കളോടും ഇലകളോടും ഓരോ ജീവജന്തുവിനോടും അവർ ജീവന്റെ രഹസ്യങ്ങളെ അവര് ശേഖരിച്ചിരുന്നു. മേഘങ്ങൾ ആകാശത്തിൽ തങ്ങി നിൽക്കുന്നത്, ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും രഹസ്യങ്ങള്, ദിനരാത്രങ്ങളുടെ രഹസ്യങ്ങള്, രാത്രിയും പകലും എങ്ങനെ ഉണ്ടാകുന്നു, ശബ്ദവും വെളിച്ചവും എങ്ങനെ ഉണ്ടാകുന്നു, മേഘം ആകാശത്തിൽ എങ്ങനെ, ഇങ്ങനെയുള്ള റിസർച്ച്ഫുൾ ആയിട്ടുള്ള ഗവേഷണപരമായിട്ടുള്ള പല കാര്യങ്ങളും ഭൂമിയിലെ ആദ്യ പാഠശാലയിലെ പഠന വിഷയങ്ങളായിരുന്നു. നമ്മൾ ഇന്നത് പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നു. അന്നത് ആദമും ഹവ്വയും പ്രകൃതിയിൽ നിന്നും നേരിട്ട് പഠിച്ചിരുന്നു. പ്രകൃതിയുടെ നിയമങ്ങളും പ്രവർത്തന വിധങ്ങളും ആത്മീക ലോകത്തിന്റെ ഭരണ നിർവഹണ തത്വങ്ങളും സകലത്തിന്റെയും ഉപജ്ഞാതാവിനാലാണ്. അതായത് ആ ആദമിന്റെയും ഹവ്വയുടെയും അധ്യാപകൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമായിരുന്നു. ആ സകലത്തിന്റെയും ഉപജ്ഞാതാവിനാലാണ് ആദമും ഹവ്വയും അത് പഠിച്ചത്. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം അവരുടെ മാനസികവും ആത്മീകവുമായ വികസനം സാധ്യമാക്കി. അങ്ങനെ അവർ വിശുദ്ധ നിലനിൽപ്പിന്റെ ആ ആനന്ദ അനുഭവം അവര് തിരിച്ചറിയുകയായിരുന്നു. ഈ ഏദൻ മാത്രമാണോ സൃഷ്ടാവിന്റെ കരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നത്? ഒരിക്കലുമല്ല. ഭൂമിയും ഉണ്ടായിരുന്നു. ഭൂമിയും അതിന്റെ സകല സുന്ദരമായ പ്രവൃത്തികളും എല്ലാം, ഭൂമിയും അതിന്റെ സകല കൈപ്പണികളും എല്ലാം ആരുടെയായിരുന്നു? ദൈവത്തിൻ്റെതായിരുന്നു. അപ്പോൾ ദൈവം ഇത് സൃഷ്ടിക്കുമ്പോൾ അവിടെ പാപത്തിന്റെ കളങ്കമോ മരണത്തിന്റെ നിഴലോ ഒന്നുമില്ലായിരുന്നു. അവിടെ ദൈവത്തിന്റെ മഹത്വം ആകാശത്തെ നിറച്ചിരുന്നു. ഭൂമി അവിടുത്തെ സ്തുതി കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ ഭൂമി ആകെയും എങ്ങനെ ആയിരിക്കണം, ഭൂമി മുഴുവനും എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമായിരുന്നു ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തിലെ അതേ സമ്പന്നതയും അതേ പരിശുദ്ധിയും അതേ പവിത്രതയും നിറഞ്ഞതായിരുന്നു ആദ്യകാലത്ത് ഭൂമി എന്ന് പറയുന്നത്. മനുഷ്യ കുടുംബത്തിന്റെ എണ്ണം ഭൂമിയിൽ പെരുകുമ്പോൾ തുടർന്നു വരുന്ന കുടുംബങ്ങളും പാഠശാലകളും താൻ നൽകിയ മാതൃകയിലായിരിക്കണമെന്ന്, അതായത് ആദിമകാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ ഇന്നോളം ഏദൻ തോട്ടത്തിലെ അതേ പരിശുദ്ധി അതേ പവിത്രത തന്നെ ഈ ഭൂമിയിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം
ആഗ്രഹിച്ചു. ദൈവമഹത്വത്തിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ യുഗങ്ങളിലും പഠിതാക്കൾ കൂടുതൽ കൂടുതൽ അനുയോജ്യരായി തീരുകയും വേണം എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതായത് അഭ്യസനത്തിന്റെയും സന്തുഷ്ടിയുടെയും വറ്റാത്ത ഉറവയായി അന്ന് ആദ്യകാലം മുതൽ ദൈവം സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച നാള് മുതൽ അങ്ങനെ ഭൂമി ആ ഒരു വറ്റാത്ത ഉറവയായിരുന്നു. ആ വറ്റാത്ത ഉറവയിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. നമ്മുടെ തലമുറകളിൽ നമുക്ക് ഈ വറ്റാത്ത ഉറവയിൽ നിന്നും ആവോളം നന്മകളെ പഠിപ്പാൻ തക്കവണ്ണം നമുക്കും മാതൃകകളാവാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും സമ്പന്നനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവെ അവിടുത്തെ വചനം ധ്യാനിപ്പാൻ അവിടുത്തെ കൃപ തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് സൃഷ്ടിച്ച ഭൂമിയിൽ കർത്താവെ സ്തോത്രം. അടിയങ്ങളെയും അങ്ങ് പരിപാലിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ കൃപയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി അവിടുത്തെ നാമത്തെ അറിയുന്നവരായി കർത്താവെ അടിയങ്ങൾ മാറുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ അവിടുത്തോട് കൂടുതൽ അടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പച്ചാ സ്തോത്രം. പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ മഹത്വത്താൽ അവിടുത്തെ നന്മകളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ഈ എല്ലാ ജനങ്ങളെയും എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. സ്വർഗ്ഗീയ നല്ല പിതാവേ, സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഇതൊന്നും അടിയങ്ങളുടെ കഴിവല്ല പച്ചാ സ്തോത്രം. എല്ലാം അവിടുത്തെ ദാനം കർത്താവേ. അങ്ങ് തന്നതല്ലാതെ ഒന്നും അടിയങ്ങളുടെ ജീവിതത്തിലില്ല പച്ചാ സ്തോത്രം. അവിടുത്തെ ദാനങ്ങൾക്കായി അവിടുത്തെ വൻകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. അടിയങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഏവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.